ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസി കിച്ചൺ. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് റവ ലഡുവിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. വളരെ എളുപ്പത്തിൽ ഒരു റവ ലഡു എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. റവ ലഡു തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള റവ ആദ്യം ഒന്ന് നെയ്യിൽ വറുത്തെടുക്കണം. വറുത്ത റവയായാലും അല്ലാത്ത റവയായാലും നെയ്യിൽ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിലാണ് ഞാൻ റവ അളന്നെടുക്കുന്നുള്ളത്. ഇനി തീയൊരു മീഡിയം ലെവലിൽ വെച്ച് റവ വറുത്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ വറുത്തെടുക്കണം. കൂടുതൽ നേരം വെക്കണ്ട, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ റവയുടെ കളർ മാറും. റവ ഞാൻ ഇതുപോലെ ഒരു 5 മിനിറ്റ് നേരം നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. പാനിൽ തന്നെ വെക്കുവാണെങ്കിൽ ചിലപ്പോൾ കളർ മാറിപ്പോവും. ഇനി ഇതേ പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പഞ്ചസാര ഇവിടെ നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് മിക്സിയിൽ ഇട്ടൊന്ന് ക്രഷ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളക്കാൻ തുടങ്ങി തേങ്ങയൊക്കെ നല്ലപോലെ വെന്ത് വരുമ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. റവ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഇത് മിക്സ് ആക്കി എടുക്കണം. ഇതുപോലെ അല്പം കുഴഞ്ഞ രീതിയിലായിരിക്കും ഇത് കിട്ടുന്നത്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർക്കുന്ന സാധനങ്ങൾ ഇതിന്റെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ 1/4 കപ്പ് തിളച്ച പാല് ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാനിതിപ്പോ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണം. അണ്ടിപ്പരിപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ഇത് ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കണം. അപ്പൊ നമ്മുടെ റവ ലഡുവിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കയ്യിൽ അല്പം നെയ്യ് പുരട്ടിയതിനു ശേഷം ഇത് ഉരുട്ടിയെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സൈസിൽ ബോൾസ് ആക്കി എടുക്കാം. ഞാനിപ്പം ഈ ഒരു വലുപ്പത്തിലുള്ള ലഡുവാണ് തയ്യാറാക്കുന്നുള്ളത്. അപ്പൊ നമ്മുടെ റവ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഇത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. കുറച്ചു നേരം വെച്ച് കഴിയുമ്പം ഇത് സെറ്റ് ആയിക്കോളും. 2 കപ്പ് റവ ഉപയോഗിച്ച് എനിക്ക് ഇതുപോലുള്ള 18 ലഡു ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള റവ ലഡു ആണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വെക്കേഷനൊക്കെ അല്ലേ, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ ലഡു തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പൊ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.